വളരെ പെട്ടെന്നാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വെടിനിർത്തലിൽ അവസാനിച്ചത്. സംഘർഷം തീവ്രമാകുന്നതിൻ്റെ സൂചനകൾക്കിടയിലായിരുന്നു അപ്രതീക്ഷിതമായി വെടിനിർത്തൽ പ്രഖ്യാപനം വന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ പ്രധാനമായും ആക്രമണം നടത്തിയത്. അമ്പരപ്പിച്ചുകൊണ്ട് US ഇറാനെ ആക്രമിച്ചു. ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് കനത്ത ആക്രമണമാണ് US ഇറാനിൽ നടത്തിയത്. ഇതോടെ സംഘർഷം അതിതീവ്ര നിലയിലേക്ക് വരികയും ചെയ്തു. US മറുപടിയായി ഖത്തറിലെ US സൈനിക താവളം ഇറാൻ ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ തൊട്ടു പിന്നാലെ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായി. എന്താണ് ഇത്ര പെട്ടെന്ന് വെടിനിർത്തലിലേക്ക് നീങ്ങാൻ കാരണം? വിശദീകരണം നൽകുകയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി. ഇറാനുമായുള്ള 12 ദിവസം നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ നിർബന്ധിതരാകുകയായിരുന്നു എന്നാണ് അബ്ബാസ് അരാങ്ചി പറയുന്നത്. ഒരു അഭിമുഖത്തിലാണ് വ്യാഴാഴ്ച അരാങ്ചി ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. ഇസ്രായേലിൻ്റെ അധിനിവേശ പ്രദേശങ്ങളിലുടനീളം കനത്ത നാശമാണ് ഇറാന്റെ ആക്രമണം ഉണ്ടാക്കിയത്. ഇറാന്റെ ആക്രമണം വരുത്തിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ നിരാശയിൽ നിന്നാണ് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്ന് അരാങ്ചി അവകാശപ്പെട്ടു. മുൻ വ്യവസ്ഥകളൊന്നും ഇല്ലാതെയാണ് വെടിനിർത്തലിൽ എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിരവധി വിഷയങ്ങൾ അഭിമുഖത്തിൽ ചർച്ച ചെയ്തു. ഇസ്രായേൽ ഇറാൻ സംഘർഷം, US യൂറോപ്പിൻ്റെയും പങ്ക്, ആണവ ചർച്ചകളുടെ നിലവിലെ അവസ്ഥ, ആണവ നിരീക്ഷണ സമിതിയുമായുള്ള സഹകരണം നിർത്തിവെക്കാനുള്ള ഇറാന്റെ തീരുമാനം, ഭിന്നതകൾക്കിടയിലും ജനീവയിലും ഇസ്താംബൂളിലും നടത്തിയ നയതന്ത്ര ഇടപെടലുകൾ എന്നിങ്ങനെ നിരവധി പ്രധാന വിഷയങ്ങളെക്കുറിച്ച് അരാങ്ചി സംസാരിച്ചു. ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആദ്യം അഭ്യർത്ഥിച്ചത് ഇസ്രായേൽ ആണെന്ന് അരാങ്ചി പറഞ്ഞു. പകരം തങ്ങളും ആക്രമണം അവസാനിപ്പിക്കാമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. വെടിനിർത്തലിനായി ചർച്ചയോ പരസ്പര വിട്ടുവീഴ്ചയോ പറ്റില്ലെന്ന് ഇറാൻ അറിയിച്ചതായി അരാങ്ചി പറഞ്ഞു. വെടിനിർത്തൽ സംബന്ധിച്ച് ഒരു ചർച്ചയും ഇറാൻ നടത്തിയിട്ടില്ല. പൊതുവെ ചർച്ചയിലൂടെയും പരസ്പര ധാരണകളുമൊക്കെയാണ് വെടിനിർത്തലിലേക്ക് സാധാരണ എത്തുക. എന്നാൽ ഇസ്രായേൽ ഇറാൻ വെടിനിർത്തലിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അരാങ്ചി വെളിപ്പെടുത്തുന്നത്. യുദ്ധം തുടർന്നാൽ അതിന് നൽകേണ്ടി വരുന്ന വില തിരിച്ചറിഞ്ഞ ശത്രു ഏകപക്ഷീയമായി ആക്രമണം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്, അരാങ്ചി പറഞ്ഞു. എന്നാൽ സയനിസ്റ്റ് ഭരണകൂടം ഭാവിയിൽ വെടിനിർത്തൽ ലംഘിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകും. ഇറാന്റെ സൈന്യം തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജമാണെന്നും അരാങ്ചി വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ഇസ്രായേലുമായോ സഖ്യകക്ഷികളുമായോ ഒരു തരത്തിലുള്ള ചർച്ചയിലും ഏർപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഇസ്രായേലിൻ്റെ ആക്രമണം പൂർണ്ണമായും പ്രകോപനരഹിതവും നിയമവിരുദ്ധവുമാണെന്നും അരാങ്ചി കുറ്റപ്പെടുത്തി. ചർച്ചയോ വിട്ടുവീഴ്ചയോ വേണ്ടിവരുന്ന വെടിനിർത്തൽ എന്ന ആശയം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ആക്രമണകാരി യുദ്ധം നിർത്താൻ നിർബന്ധിതനായതാണ്, അരാങ്ചി ആവർത്തിച്ചു. ഗസയിലും ലെബനനിലും ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാൻ ലെബനനെ പോലെ അല്ലെന്ന് പറഞ്ഞ അരാങ്ചി, നിലവിലെ വെടിനിർത്തലിൽ എന്തെങ്കിലും തരത്തിൽ ലംഘനം ഉണ്ടായാൽ ഉടനടി ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി.